Hey guys and welcome back to Best Car Picks. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ കിയ ഇറക്കിയ ഒരു സപ്പോമീറ്റർ ആ കാറ്റഗറിയിൽ തന്നെ വരുന്നൊരു പ്രീമിയം വണ്ടിയായിരുന്നു നമ്മുടെ സെറോസ്. പക്ഷേ ഇത് അത്ര നല്ലൊരു റിസപ്ഷൻ അല്ല ഈ വാഹനത്തിന് കിട്ടിയത്. കാരണം ഇനീഷ്യലി ഇറക്കിയ സമയത്ത് ഭയങ്കര ഹൈ പ്രൈസ് പോയിന്റിലാണ് ഇത് ഇറങ്ങിയത്. ഇഷ്ടംപോലെ ഫീച്ചേഴ്സ് ഉണ്ടായിരുന്നു, സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം, അങ്ങനെ ഒരുപാട് പ്ലസ് പോയിന്റ്സ് ഒക്കെ ഉണ്ട്. പക്ഷേ സ്റ്റിൽ ആ ഒരു പ്രൈസ് ആൾക്കാർക്ക് അത്രയും കൂടി ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റിയില്ല. എന്തായാലും ഇപ്പോൾ ഇവർ ഇതിൻ്റെ ഒരു പുതിയ അപ്ഡേറ്റഡ് മോഡൽ ഇറക്കിയിട്ടുണ്ട് 2026 ഈ ഒരു സമയത്ത്. ഒരുപാട് ചേഞ്ചസ് ഒന്നുമില്ല, പക്ഷേ എന്നാലും പ്രൈസിൽ അത്യാവശ്യം വ്യത്യാസമുണ്ട്. കുറച്ച് അഫോർഡബിൾ ആയിട്ടുള്ള വേറെ വേരിയൻസും കൊണ്ടുവന്നിട്ടുണ്ട്, അത് നമുക്ക് നോക്കാം. പക്ഷേ എക്സ്റ്റീരിയർ എടുക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ നമുക്ക് ചേഞ്ച് വന്നിരിക്കുന്നത് ബമ്പറിൻ്റെ ഡിസൈനിലാണ്. ബമ്പറിൻ്റെ ഡിസൈൻ നേരത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മൊത്തമായിട്ട് മാറിയിട്ടുണ്ട്. പിന്നെ താഴത്തെ ഒരു ചെറിയ LED ലൈറ്റ്, അതായത് ഫോഗ് ലാമ്പ് പോലെ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു സിൽവർ എലമെൻറ്റിൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. ആൻഡ് ആ ഒരു സിൽവർ എലമെൻറ്റ്സ് ആണെങ്കിലും അതിൻ്റെ ഡിസൈനും മാറിയിട്ടുണ്ട്. സോ മൊത്തത്തിൽ ഫ്രണ്ടിൽ ചെറിയൊരു ചേഞ്ച് കൊണ്ടുവന്നായിട്ട് കാണാം. ബാക്കി ഹെഡ് ലാംപ്സ്, DRLs അതിൻ്റെയൊക്കെ ഡിസൈൻ സെയിം ആണ്. ഇനി സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പം അഗൈൻ നമുക്ക് സെൽറ്റോസിൻ്റെ പുതിയ വണ്ടിയിൽ കാണാൻ പറ്റുന്ന പോലെ തന്നെ ഒരു നിയോൺ കളറിലുള്ള ബ്രേക്ക് കാലിപ്പറാണ് അവർ കൊടുത്തിരിക്കുന്നത്. അതൊരു ഫീച്ചറാണോ എന്ന് ചോദിച്ചാൽ അല്ല, പക്ഷേ എന്തായാലും കിയ അത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് എസ്തെറ്റിക്കലി പ്ലീസിങ്, അല്ലെങ്കിൽ വേറെ കമ്പനിയിലൊന്നും കൊടുക്കാറില്ല ഇപ്പോൾ ഈ പ്രൈസ് പോയിന്റിൽ. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. പിന്നെ അലോയ് വീൽസിൻ്റെ ഡിസൈൻ അവർ ചെറുതായിട്ടും ചേഞ്ച് ചെയ്തിട്ടുണ്ട്. സംഭവം 17 ഇഞ്ച് വീൽസ് തന്നെയാണ്, അതിലൊന്നും കോംപ്രമൈസ് ഇല്ല. പക്ഷേ സ്റ്റിൽ നേരത്തെ ഉണ്ടായിരുന്നാലും ഡിസൈൻ ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട് എന്ന് മാത്രം. ഇപ്പോഴും ഡയമണ്ട് കട്ട് ഫിനിഷിലാണ് വരുന്നത്. ആൻഡ് ഇതിൻ്റെ ഡിസൈൻ എനിക്ക് പേഴ്സണലി അത്ര ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഈ വണ്ടിയുടെ മൊത്തത്തിലുള്ള ഡിസൈനും ആൾക്കാർക്ക് അത്ര അങ്ങോട്ട് വർക്കൗട്ട് ആയിട്ടില്ലായിരുന്നു. പണ്ട് ലോഞ്ച് ചെയ്തപ്പോഴാണെങ്കിലും ഇപ്പോഴത്തെ കാര്യമാണെങ്കിലും എനിക്ക് തോന്നുന്നില്ല വലിയ വ്യത്യാസം ഉണ്ടെന്ന്. ഇപ്പോഴും ആ ഒരു ഭയങ്കര ബോക്സി ലൈക്ക് ഡിസൈൻ തന്നെയാണ് ഈ വാഹനത്തിനുള്ളത്. ഇനിവ ബാക്കിലും ഒരു ബമ്പറിൻ്റെ ഡിസൈനിൽ കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ടുണ്ട്. നമുക്ക് ഫ്രണ്ടിൽ കണ്ടതുപോലെയുള്ള ഒരു സിൽവർ ആക്സൻസ് ആണ് ബാക്കിലും കിട്ടുന്നത്. ആൻഡ് ബമ്പറിൻ്റെ ഓവറോൾ ഡിസൈൻ ആണെങ്കിലും നമുക്ക് ബാക്കിൽ 4 പാർക്കിംഗ് സെൻസേഴ്സ് ആണ് കിട്ടുന്നത്. ഫ്രണ്ടിൽ ഒരു 2 പാർക്കിംഗ് സെൻസേഴ്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ റിയർ ഡിസൈൻ മുകളിൽ കൊടുത്തിരിക്കുന്ന ഒരു എൽ ഷേപ്പ് ടെയിൽ ലാമ്പും തന്നെ നമ്മുടെ താഴത്തെ മെയിൻ സ്ക്വയർ റെക്ടാങ്കിൾ ഷേപ്പ് പോലുള്ള ടെയിൽ ലാമ്പും അതൊക്കെ ഇപ്പോഴും അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് മാറ്റി വേണമെങ്കിൽ വണ്ടി കുറച്ചുകൂടെ കൺവെൻഷണൽ ഡിസൈനിൽ പണ്ട് ഇറക്കിയിരുന്നെങ്കിൽ ഒരുപക്ഷെ നല്ല പൊട്ടൻഷ്യലുള്ളൊരു വണ്ടിയായിരുന്നു. ഇതിൻ്റെ ഡിസൈൻ കൂടിയാണ് ഈ വാഹനത്തിന് സെയിൽസിനെ വേറൊരു രീതിയിൽ എഫക്റ്റ് ചെയ്തത്. ഇനി ഇൻറ്റീരിയറിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ അങ്ങനെ കാര്യമായിട്ടുള്ള വ്യത്യാസമൊന്നും ചെയ്തിട്ടില്ല. ഓൾമോസ്റ്റ് നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന അതേ ഡിസൈൻ തന്നെയാണ്. ഇൻറ്റീരിയറിൽ പിന്നെ അവരങ്ങനെ ചേഞ്ചസ് വരുത്തേണ്ട ആവശ്യമില്ലായിരുന്നു. 30 ഇഞ്ചസിന് ഇൻഫിനിറ്റി ഡിസ്പ്ലേ, അതായത് 12.3+12.3+ 5 ഇഞ്ചസിൻ്റെ ഒരു AC കൺട്രോൾസും. പിന്നെ നമുക്ക് സ്റ്റിയറിംഗ് വീലിൻ്റെ ഡിസൈനൊക്കെ നേരത്തെ ഇതിനകത്ത് ഒരു പുതിയ ട്വിൻ സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തത്. സെൻറ്റർ കൺസോൾ ഡിസൈനും പ്രീമിയം ആയിരുന്നു. പിന്നെ അതല്ലാതെ പാനോറാമിക് സൺറൂഫ്, ഫ്രണ്ടിൽ വെന്റിലേറ്റഡ് സീറ്റ്സ്, ബാക്കിലും താഴത്തെ പോർഷനിൽ വെന്റിലേറ്റഡ് സീറ്റ്സ്, വയർലെസ് ചാർജർ ആയിക്കോട്ടെ, പിന്നെ നമുക്ക് അത്യാവശ്യം പ്രീമിയം ആയിട്ടുള്ളൊരു ക്യാബിൻ എക്സ്പീരിയൻസ്, അതൊക്കെ ഈ വാഹനത്തിൽ അവർ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. നമുക്ക് സോണറ്റ് ഓർ ഈവൻ ഇപ്പോൾ കിട്ടുന്ന സെൽറ്റോസിനും കൂടുതൽ ഫീച്ചേഴ്സ് ഒരു പരിധിവരെ ഈ വാഹനത്തിൽ കിട്ടുന്നതായിട്ട് പറയാം. പിന്നെ ഇതിൻ്റെ മെയിൻ ഒരു അട്രാക്ഷൻ ആയിരുന്നു സെക്കൻഡ് റോയിൽ സ്ലൈഡിംഗ് ഫംഗ്ഷൻ. അതായത് നമുക്ക് ബൂട്ട് സ്പേസ് വേണ്ട സമയത്ത് സെക്കൻഡ് റോ ഇത്തിരി ഫ്രണ്ടിലേക്ക് ഇടുകയാണെങ്കിൽ ബൂട്ട് സ്പേസ് കൂട്ടാൻ പറ്റും. ഇനി അതല്ല നമുക്ക് റിയർ സീറ്റ് സ്പേസ് ആണ് കൂടുതൽ വേണ്ടതെങ്കിൽ റിയർ സീറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ബാക്കിലേക്ക് തള്ളുകയാണെങ്കിൽ നമുക്ക് അവിടെ ഏകദേശം സെൽറ്റോസിൻ്റെ അത്രയൊക്കെ സ്പേസ് ഈ ഒരു വാഹനം സപ്പോമീറ്റർ ആണെങ്കിൽ പോലും ഇതിനകത്ത് കിട്ടുന്നുണ്ട്. സോ അതാണ് ഇതിൻ്റെ അകത്തുള്ളൊരു പ്ലസ് പോയിന്റ്. പിന്നെ സീറ്റ് കളേഴ്സിൻ്റെ ഒരു കോമ്പിനേഷനിലും സീറ്റ് കവേഴ്സിലുള്ള കളേഴ്സിൻ്റെ കോമ്പിനേഷനിലും ഒരു അപ്ഡേറ്റഡ് മോഡലിൽ ചെറിയൊരു വ്യത്യാസം കൊണ്ടുവന്നതായിട്ട് നമുക്ക് പറയാം. അത്രേ ഉള്ളൂ എസ്തെറ്റിക്സിൻ്റെ കാര്യത്തിൽ. ഇനി നമുക്ക് പ്രൈസിലാണ് മെയിൻ ഡിഫറൻസ് നോക്കാനുള്ളത്. എഞ്ചിൻ ഓപ്ഷൻസിൻ്റെ കാര്യത്തിലൊന്നും വ്യത്യാസമില്ല. നമുക്ക് 1 ലിറ്റർ ടർബോ പെട്രോളും 1.5 ലിറ്റർ ഡീസൽ എഞ്ചിനും അതുപോലെ 2 ഓട്ടോമാറ്റിക് ആയിരുന്നു അവർ നേരത്തെ കൊടുത്തിരുന്നത്. ഇപ്പോഴും സെയിം അതേ പവർ ഓപ്ഷൻസ് തന്നെയാണ്. നമുക്ക് ഏറ്റവും ബേസിക് മോഡൽ കിട്ടുന്ന 1 ലിറ്റർ മാനുവൽ ആണ്, ടർബോ പെട്രോൾ ആണ് കേട്ടോ. 120 bhpയും അതുപോലെ 172 Nm ടോർക്കൊക്കെ ജനറേറ്റ് ചെയ്യുന്ന എഞ്ചിനാണ്. 8.4 lakhsലാണ് ഇപ്പോൾ തന്നെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നേരത്തെ 8.8 lakhs ആയിരുന്നു ഇവിടെ GST കട്ടിനൊക്കെ ശേഷം. GST കട്ടിന് മുന്നേ 9 ലക്ഷത്തിന് മുകളിലായിരുന്നു എക്സ്ഷോറൂം പ്രൈസ് ബേസ് മോഡലിൽ. സോ അതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ നന്നായിട്ട് പ്രൈസ് കുറഞ്ഞിട്ടുണ്ട്. ആൻഡ് അതല്ലാതെ നമ്മൾ ബാക്കി മുകളിലത്തെ വേരിയൻസ് എടുക്കുകയാണെങ്കിലും ഡീസൽ ഓട്ടോമാറ്റിക് അവർ പണ്ടാകെ ടോപ്പ് എൻഡിൽ മാത്രമേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ നമുക്ക് STK പ്ലസ് മുതൽ അങ്ങോട്ടേക്ക് ഡീസൽ ഓട്ടോമാറ്റിക് അവൈലബിൾ ആണ്. പെട്രോൾ ഓട്ടോമാറ്റിക് ആണെങ്കിലും STK പ്ലസ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഡീസൽ മാനുവൽ ST ഓപ്ഷൻ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഏകദേശം 10 ലക്ഷം രൂപ എക്സ്ഷോറൂം പ്രൈസിലാണ് തുടങ്ങുന്നത്. ഇനി അതല്ല ടോപ്പ് എൻഡ് ആണെങ്കിൽ പോലും നമുക്ക് പെട്രോൾ ഓട്ടോമാറ്റിക് 15 lakhs എക്സ്ഷോറൂം പ്രൈസിലും ഡീസൽ ഓട്ടോമാറ്റിക് 15.8 lakhs എക്സ്ഷോറൂം പ്രൈസിലാണ് അവസാനിക്കുന്നത്. നേരത്തെ 16 lakhsന് മുകളിലായിരുന്നു ഇതിന് ടോപ്പ് എൻഡിൻ്റെയൊക്കെ എക്സ്ഷോറൂം പ്രൈസ് ഉണ്ടായിരുന്നു. സോ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇവർ പ്രൈസ് കുറച്ചിട്ടുണ്ട്. ഈ വണ്ടി ആദ്യം ലോഞ്ച് ചെയ്ത സമയത്ത്, അതായത് GST കട്ടൊക്കെ വരുന്നതിന് മുന്നേ 17 lakhsന് അടുത്തൊക്കെ ആയിട്ടായിരുന്നു ഇതിൻ്റെ ടോപ്പ് എൻഡിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് ഉണ്ടായിരുന്നത്. അത് കണ്ടപ്പോഴും ആൾക്കാർ ജസ്റ്റ് ഒന്ന് ഞെട്ടി. കാരണം സപ്പോമീറ്റർ വണ്ടി ഇത്രയും പ്രൈസ് കൊടുത്ത് എങ്ങനെ എടുക്കുന്നത് എന്നുള്ളൊരു കോൺസെപ്റ്റ് വരുമല്ലോ. അത് ആക്ച്വലി സത്യമാണ്. കാരണം അത്രയും വേർത്തല്ലായിരുന്നു ഈ വണ്ടി. ഇപ്പം എന്തായാലും നമ്മൾ നോക്കുമ്പം ഓൾമോസ്റ്റ് കോമ്പറ്റീഷനായിട്ടൊരു 50,000 60,000 ഓർ മാക്സിമം 1 ലക്ഷം അത്രയൊക്കെ അതിന് കൂടുതൽ വരുന്നുള്ളൂ. ഏകദേശം ബാക്കി വണ്ടികളും 15 lakhs അല്ലെങ്കിൽ 15.5 lakhsന് അടുത്തൊക്കെ ആയിട്ട് തന്നെയാണ് ടോപ്പിൻ്റെ അവസാനിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് എക്സ്ട്രാ ഫീച്ചേഴ്സ് കിട്ടുന്നു എന്നുള്ളതൊക്കെ രീതിയിൽ നല്ലതാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് ഡീസൽ എഞ്ചിനും കിട്ടുന്നുണ്ടല്ലോ. ഡീസൽ ആകെപ്പാട് ഇപ്പോൾ വെന്യൂലും സോണറ്റിലും ഈ വണ്ടിയിലും മാത്രമേ ഉള്ളൂ. പിന്നെ ഉള്ളതെല്ലാം ടർബോ പെട്രോൾ എഞ്ചിൻസ് ആണ്. അതൊരു 15 lakhsന് താഴത്തായിട്ടൊക്കെ തന്നെ മിക്ക വണ്ടികളും അവസാനിക്കുന്നുണ്ട്, ടോപ്പ് ആൻഡ് ടർബോ ഓട്ടോമാറ്റിക്. എനിവേ ഗൈസ്, പുതിയ അപ്ഡേറ്റഡ് കിയ സെറോസിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് താഴെ കമൻസിൽ പറയാം. പിന്നെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന്
എന്തെങ്കിലും ആക്സറീസോ ക്ലീനിങ് പ്രോഡക്ട്സോ ഒക്കെ വേണമെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് ടാഗ് അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ തീർച്ചയായും ചെക്കൗട്ട് ചെയ്തേക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ഷെയർ ഒക്കെ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.